ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, നിങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ചീകിയെടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം പിഴിഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു സവാള എടുക്കുക കേട്ടോ. ഒരു സവാള നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 2 തക്കാളി അതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മുളക് പൊടി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കടലമാവ് എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ലേശം വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ അത് പാകമായി വരുന്ന വരെ നമ്മൾ ഈ ഒരു കടലമാവ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 1/4 കപ്പ് കടലമാവാണ് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കടലമാവ് മൊത്തത്തിൽ ചേർക്കാതെ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് പാകമാക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരുപാട് വെള്ളമേറിയ പോലെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചപ്പാത്തിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചപ്പാത്തിയിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങും തക്കാളിയുടെ ഒക്കെ ഒരു മിക്സില്ലേ, അത് മൊത്തത്തിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട, എന്നാലും ഒരു മീഡിയം രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി ബാക്കി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പോഴും നമ്മൾ ഈ ഒരു ചപ്പാത്തി തന്നെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒന്നുകൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ ഞാനിത് മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഒരുപാട് ഫില്ലിങ്സ് വെച്ചിട്ട് കട്ടിയാക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക. അങ്ങനെ ഇവിടെ 3 ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു 3 ചപ്പാത്തിയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ആവി കയറ്റി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് ആവിയൊന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എടുത്ത് മാറ്റാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മീൻ വറുക്കാനൊക്കെ എടുക്കുന്ന അത്ര ഓയിൽ മതിയാവും കേട്ടോ. ഒരുപാട് മുക്കി പൊരിക്കൊന്നുമല്ല, നമ്മൾ കുറച്ച് ഓയിലൊന്ന് എല്ലാ സൈഡും ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തില്ലേ, അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടാവുക കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയായിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.